യുണൈറ്റഡ് നിൽ വൂൾസ് 1. നമ്മളിന്ന് പൊട്ടാനുള്ള ഒരേ ഒരു കാരണം ബ്രോക്ക് ലെസ്നർ. റാസ്മസ് ഹോയ്ലൻഡ് ചാൻസുകൾ ഉരുട്ടിക്കൊടുത്തു, മാനത്തേക്കട വിട്ടു, ഒരെണ്ണം പോലും അടിക്കുന്നുണ്ടായില്ല. എപ്പോഴും അതെ, എപ്പോൾ കളിക്കുമ്പോഴും 1-2 സെക്കൻഡ് ലേറ്റ് ആയിട്ടാണ് അവൻ ബോളിലേക്ക് വരുള്ളൂ. അത് തന്നെ ഇന്നത്തെ മത്സരത്തിൽ നടന്നു. ഒരു ഹാഫ് ഡീസൻറ്റ് സ്ട്രൈക്കർ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളന്ന് 1-2 ഗോളുകൾ സുഖമായിട്ട് അടിക്കുമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഡോർഗു 1-2 നല്ല ക്രോസുകൾ അകത്തേക്ക് ഇട്ടതാണ്, നല്ല പൊസിഷനിലേക്ക് ഇട്ടതാണ്. അവിടെ നിന്ന് റിസീവ് ചെയ്യാൻ ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഹോയ്ലൻഡിൻ്റെ പകരം അവിടെ നമ്മുടെ മഗ്വയറിനെ കളിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് വേറെ ആയെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് മോശമായിരുന്നു ഹോയ്ലൻഡ് കഴിഞ്ഞ മത്സരത്തിൽ പറയാൻ വിട്ടുപോയി. അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഗോളിലൊക്കെ ഹോയ്ലൻഡാണ് ഡിഫൻഡറെ വലിച്ചത്. അതുപോലെ വേറെയും ചില ഇൻവോൾവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മറ്റേ കഴിഞ്ഞ മത്സരത്തിൽ കസമീറോയ്ക്ക് ഒരു ബോൾ വെച്ച് കൊടുത്തു, അത് കസമീറോ ഷോട്ടൊക്കെ എടുത്തു. അതൊക്കെ ഹോയ്ലൻഡ് ഇൻവോൾവ്മെൻറ്റ് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായത് പറയാൻ വിട്ടുപോയതാണ്. പക്ഷേ ഈ കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റിങ്. ഇഷ്ടംപോലെ ചാൻസുകൾ ഉണ്ടായിരുന്നതാണ്. ഹോയ്ലൻഡ് മാത്രമല്ല, ഓവറോൾ മൗണ്ടിന് ചാൻസുകൾ കിട്ടി. ബ്രൂണോ ഒരു ചാൻസ് പുറത്തേക്ക് അടിച്ചു കളഞ്ഞത്. ബ്രൂണോനെ കേസ് വിടാം, കാരണം ബ്രൂണോ വേറെ കുറേ എഫേർട്ടുകൾ ടീമിലേക്ക് ഇടുന്ന ഒരാളാണ്. പക്ഷേ ഓവറോൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഫിനിഷിങ് തന്നെയാണ് നമുക്ക് ഈ ഒരു മത്സരത്തിൽ വിഷയമായിട്ട് വന്നത്. പറഞ്ഞ് അടുത്തൊരു കേസാണ്, നമുക്ക് ഫിനിഷിങ് ഇല്ല, അറിയില്ല എന്നുള്ള കാര്യം. അവന്മാരൊന്നും തന്നെ ചെയ്തില്ല. വൂൾസിന് ഞാൻ ഈ കളിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഓവറോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി വെർ മച്ച് ബെറ്റർ എന്നുള്ളതാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും ബെറ്റർ ആയിരുന്നു. കാരണം നമ്മൾ ഇറക്കിയ പ്ലേയേഴ്സിനെയൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമ്മളെ വൂൾസ് ഔട്ട് ക്ലാസ് ചെയ്ത് കളയും. കാരണം നമുക്കറിയാം, നമുക്കെതിരെയൊക്കെ ഇഷ്ടംപോലെ തവണ മിഡ്ഫീൽഡ് നന്നായിട്ട് കളിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് വൂൾസിൻ്റെ മിഡ്ഫീൽഡ് നമ്മൾ ഇഷ്ടംപോലെ തവണ നമ്മൾ ബോൾ വിൻ ചെയ്തു. നമ്മൾ മിഡ്ഫീൽഡ് നന്നായിട്ട് തന്നെ ബാറ്റിൽ ചെയ്ത് നിന്നു എന്നുള്ളതാണ്. കാരണം വൂൾസിൻ്റെ മിഡ്ഫീൽഡ് കളിക്കുന്ന ബ്രസീലിയൻസ് ആണ്. അപ്പോൾ അവർക്കെതിരെ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ടീം അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ടീം അവർക്കെതിരെ ഇടിച്ചു നിന്നു എന്നുള്ളതാണ്. നമുക്ക് എറിക്സണും ലിൻഡലോഫൊക്കെയാണ് കളിക്കുന്നത്, നമുക്കറിയാം. മാത്രമല്ല അവരുടെ ഫോമും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ 5ാമത്തെ മത്സരമാണ് തുടർച്ചയായിട്ട് അവർ വിജയിച്ചത്. 4 മത്സരങ്ങളൊക്കെ വിജയിച്ച് ടോട്ടനത്തിനെ കഴിഞ്ഞ ആഴ്ച തോൽപ്പിച്ചിട്ടാണ് ഈ കളിയിലേക്ക് വന്നത്. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ വി വെയർ നോട്ട് ദാറ്റ് ബാഡ് എന്നാണ് ഓവറോൾ മത്സരത്തിൽ നിന്ന് തോന്നിയത്. പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി, ആദ്യത്തെ ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിരുന്നു ആ ഒരു ഷോട്ട് എന്ന് പറയുന്നത് സരാബിയയുടെ. അത് അവരടിച്ച് കയറ്റി. അത് പൊനാനിനൊന്നും പറയാനില്ല, അത് അടിപൊളി ഒരു ഫ്രീ കിക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടത് സേവ് ചെയ്യാനും പറ്റാത്തൊരു ഫ്രീ കിക്കായിരുന്നു. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എന്താണ്, ഗോൾ അടിക്കുക എന്നുള്ളതാണ്. ഗോൾ അടിക്കാൻ ഏൽപ്പിച്ചേക്കണവന്മാർ ആ പണിയെടുക്കണവന്മാരൊന്നും ചെയ്യുന്നില്ല. പിന്നെ വേറെ എന്ത് ചെയ്യാനാണ്? ഈ മത്സരത്തിലെ ചില പോസിറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പെർഫോമൻസുകളാണ്. ടൈലർ ഫ്രെഡറിക്സൺ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്ലെയറിനെ പറ്റി കേൾക്കുന്നത് തന്നെ. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് കണ്ടപ്പോഴാണ് ആളുടെ കളി കാണാനായിട്ടിരുന്നു. 20 വയസ്സുള്ള പ്ലെയറാണ്, നമ്മളധികം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഡെബ്യൂ ആയിരുന്നു. നന്നായിട്ട് തന്നെ കളിച്ചു കേട്ടോ. കാരണം ആദ്യമായിട്ട് ഒരു പ്ലെയർ കളിക്കുമ്പോൾ ആൾക്കൊരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഡിഫൻസിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പേടിയും ഒരു തപ്പലൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ കണ്ടില്ല. കംപ്ലീറ്റ്ലി കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ചെയ്യേണ്ട പണിയൊക്കെ നന്നായിട്ട് വൃത്തിക്ക് തന്നെ ഫ്രെഡറിക്സൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മുതൽക്കൂട്ടാവാൻ സാധ്യതയുള്ള പ്ലെയറാണ്. അതല്ലെങ്കിൽ നല്ലൊരു വിലയ്ക്ക് മറച്ചു വെക്കാനും പറ്റുമെന്നുള്ളതാണ് ടൈലർ ഫ്രെഡറിക്സൺ. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടിട്ടായിരിക്കണം റൂബൻ അമോറിം ചാൻസ് കൊടുത്തത്. ഇപ്പോൾ ചാൻസ് കിട്ടി, ടൈലർ അതെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹാരി അമാസ് നന്നായിട്ട് തന്നെ കളിച്ചു. അമാസും നല്ല ക്രോസുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാച്ച് ത്രൂ ഔട്ട് ഇഷ്ടംപോലെ തവണ ബോൾ വിൻ ചെയ്യുന്നതാണെങ്കിൽ നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റും. ആളൊരു ചെറിയ മനുഷ്യനാണ്, പക്ഷേ നന്നായിട്ട് തന്നെ ഇടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. 18 വയസ്സുള്ളൂ. അപ്പോൾ സീനിയറായിട്ടുള്ള ഇഷ്ടംപോലെ വൂൾസ് താരങ്ങൾക്കെതിരെ നന്നായിട്ട് തന്നെ ആൾ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. പിന്നെ ഈ കളിയിലേക്ക് പോയി കഴിയുമ്പോൾ റൂബൻ അമോറിം പറഞ്ഞതാണ്, പ്ലേ ദ ബോയ്സ്, ലെറ്റ്സ് സീ, കിഡ്സിനെ വെച്ച് കളിപ്പിച്ച് ചെയ്യുമ്പോൾ എന്താ കാണാൻ പോകണമെന്നുള്ളത് കാണാമെന്ന്. അതുപോലെ തന്നെ ചിഡോബി മാർട്ടിൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചത്. ഒരു 10-20 മിനിറ്റ് കൂടുതൽ അവസരം കിട്ടിയതാണ്, പക്ഷേ ബോളൊന്നും ആളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒബി മാർട്ടിനിൽ നിന്നും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സോ ഗായ്സ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.